ഹായ് നമസ്കാരം. ബി ടെക്കിൻ്റെ ഒരു പുതിയൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഇൻവെർട്ടറാണ്. അത് ഹൈബ്രിഡ് ഇൻവെർട്ടർ എന്നാണ് അതിന് പറയുന്നത്. ആ ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ അൺബോക്സിങ് വീഡിയോയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ എടുക്കുന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയ്യുടെ ബ്രാൻഡാണ്. ഡെയ്യുടെ ബ്രാൻഡിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത്. അപ്പം നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ആ ഇൻവെർട്ടറിനകത്തുള്ളതെന്നും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, അത് എത്ര യൂസ് സപ്പോർട്ട് ചെയ്യും, എത്ര ആംബിയർ സപ്പോർട്ട് ചെയ്യും, മുതലായ കാര്യങ്ങളൊക്കെയാണ് നമുക്കത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല ഇവർ എന്തൊക്കെ ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നതാണ്. അപ്പോൾ നമുക്കത് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇവിടെ സാധനം ഇരിപ്പുണ്ട്. ഇതാണ് ഡെയ്യുടെ 5 കിലോവാട്ടിൻ്റെ ഹൈബ്രിഡ് ഇൻവെർട്ടർ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഏകദേശം ഒരു 21 കിലോയുടെ അടുത്ത് ഈ ഇൻവെർട്ടറിന് വെയിറ്റ് വരുന്നുണ്ട്. നോക്കാം, 5 കിലോ വാട്ടാണ്. 5 കിലോ വാട്ടിൽ 48 വോൾട്ട്, അത് 4 ബാറ്ററിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഈ സിസ്റ്റം വച്ചിട്ടുള്ള ഫുൾ വീഡിയോ അടുത്ത ഒരു എപ്പിസോഡായിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. നല്ലൊരു പാക്കിംഗ് ആണ്. പാക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇതിലെ കൂട്ടത്തിൽ നമുക്ക് അവർ തന്നിരിക്കുന്നത് ഒരു ഹൈബ്രിഡിൻ്റെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. ഈ യൂസർ മാനുവൽ 3 കിലോ വാട്ട്, 3.6, 6 കിലോ വാട്ട്, 5 കിലോ വാട്ട് എല്ലാത്തിനും സെയിം യൂസർ മാനുവൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ടെസ്റ്റ് റിപ്പോർട്ടാണുള്ളത്. ഈ ടെസ്റ്റ് റിപ്പോർട്ട് ഇതിൽ ഹാർമോണിക് ഡിസ്ട്രാക്ഷൻസ് ലെസ് ദാൻ 3%, അതിൻ്റെ പവർ, ആക്യുറൻസി ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാം ക്വാളിറ്റി ചെക്ക് ചെയ്ത് പാസ് ഓർ ഫെയിൽ കാര്യങ്ങളൊക്കെയാണ് ഈ പേപ്പറിൽ കൊടുത്തിരിക്കുന്നത്. ഈ പേപ്പർ പ്രകാരം ഇത് ടെസ്റ്റ് റിപ്പോർട്ട് പാസ്സായിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ വരുന്നത്. സാധാരണ ഇൻവെർട്ടറിനേക്കാളും ഇതിന് ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് ആകുമ്പോൾ വലിയ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനുള്ളിൽ ഇതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് കൂടെ നമുക്ക് നോക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ടെമ്പറേച്ചർ സെൻസറുണ്ട്. പിന്നെ ഒരു RJ45 കേബിൾ, Cat 6 കേബിളുണ്ട്. ഇത് ലിഥിയം ബാറ്ററിക്ക് വേണ്ടിയിട്ടാണ് ഈ കേബിൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണിത്. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് മറ്റേതിൽ കിട്ടുന്ന സാധാരണ ഗ്രിഡിൽ കിട്ടുന്ന പോലെ തന്നെ MC4 കണക്റ്റർ, ഇൻവെർട്ടേഴ്സ് വാൾ മൗണ്ട് ചെയ്യാനുള്ള ആങ്കർ ബോൾട്ട്, MC4 കണക്റ്റർ. പിന്നെ വരുന്നത് എനിക്ക് തോന്നുന്നു ഇത് വൈഫൈ ഡാറ്റ ലോഗറാണ്. അല്ല, ഇതൊരു CT ആണ്. CT ലോഡ് ഷെയറിങ്ങിന് ഓഫ് ഗ്രിഡായിട്ട് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എത്ര ആംബിയർ എടുക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു CT ആണ്. ഇതെല്ലാം നമുക്ക് കണക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമുക്ക് പുറകെ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡാറ്റ ലോഗറോട് ഉണ്ടാവും. ഡാറ്റ ലോഗറോട് നോക്കാം. ജസ്റ്റ് നമുക്കൊന്ന് ഇൻവെർട്ടർ ഒന്ന് എടുത്ത് നോക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇൻവെർട്ടർ ഏകദേശം 21 കിലോയുടെ അടുത്ത് ഈ വെയിറ്റ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് കൂളിംഗ് ഫിൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് അലുമിനിയത്തിൻ്റെ ഹീറ്റ് ആണ്. അത്യാവശ്യം എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് നോക്കുകയാണെങ്കിൽ MC4 കണക്ടർ, പിന്നെ COM1, COM2, COM3, ജനറേറ്റർ, ലോഡ്, ഗ്രിഡ്, ഇത്രയും പോയിന്റ്സുകളാണ് ഇതിനകത്തുള്ളത്. ഇതിൽ ജനറേറ്റർ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇൻവെർട്ടർ സിസ്റ്റമാണിത്.
പിന്നെ എസ്പെഷ്യലി ഇതിന് ഒരു DC PV സ്വിച്ച് കൂടെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് PV നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്വിച്ചാണ്. ബാക്കിയുള്ള ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം വരുന്നത് ഇതിനെ ഈ ഒരു കവറിനകത്താണ്. ഈ കവർ നമുക്ക് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേയും ഇതിൻ്റെ മറ്റു വർക്കിങ്ങും ഇതിൻ്റെ പാരാമീറ്റേഴ്സ് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ അതുവരെ നമ്മൾ തൽക്കാലം ഇവിടെ പറയുന്നു. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.